അഗ്രിമ ഗാർഡൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് അഡീനിയത്തിൻ്റേതല്ല, കുറച്ച് റോസിൻ്റെയും ആഫ്രിക്കൻ വയലറ്റ്സ്, ലോറെ പെറ്റാലം, യെസ്റ്റർഡേ ടുഡേ ടുമാറോ, ഈ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന വെറൈറ്റിയുടെ പേരാണ് റെഡ് പിനാക്കിയോ. ഓറഞ്ച്, പിന്നെ സമ്മർ സ്നോ, ഡബിൾ ഡിലൈറ്റ് അല്ലെങ്കിൽ സെൻറ്റഡ് റോസ്. ഇത് ലോറെ പെറ്റാലോ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. അതിൻ്റെ ലീവ്സ് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ്, പർപ്പിൾ കളറാണ്. അതിൻ്റെ ഫ്ലവറും അതേ ബ്യൂട്ടി ഉള്ളതാണ്. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ 3 കളറിൽ ഒരു പ്ലാന്റ് തന്നെ ഫ്ലവർ ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഡേ വരുമ്പോൾ അത് വൈറ്റ്, സെക്കൻഡ് ഡേ പിങ്ക്, തേർഡ് ഡേ ആകുമ്പോൾ നല്ല വയലറ്റ്. ഇതാണ് ആഫ്രിക്കൻ വയലറ്റ്. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇതാണ്. റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളത്. വളരെ കുറച്ച് നമ്പേഴ്സ് മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. കാരണം മഴയായത് കാരണം എല്ലാ പ്ലാന്റ്സിലും പൂക്കളൊന്നുമില്ല. അപ്പം നമ്മൾ പൂക്കളുള്ള വെറൈറ്റി നോക്കി കുറച്ച് കളക്ഷൻസ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത് റെഡ് പിനാക്കിയോ, നല്ല പൂക്കളാണിത്. ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. കാരണം ഇതിലെയൊക്കെ അസുഖങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ ക്രോപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് വളമൊക്കെ കൊടുത്ത് നിർത്താമെങ്കിൽ എപ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. ഇത് ഓർക്കിഡ് റോസിൻ്റെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ബഞ്ചായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. മഴവെള്ളം വീണിട്ട് അതിൻ്റെ ബ്യൂട്ടിയൊക്കെ പോയിട്ടിരിക്കുകയാണ് ഈ പൂവിൻ്റേത്. ഒരേ മഴയല്ലേ, അതാ ഈ പൂക്കൾക്ക് ഭംഗിയൊക്കെ കുറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ റേറ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ഇത് നാടൻ വൈറ്റാണ്. നല്ല നല്ല പഞ്ഞി പോലെ കാണപ്പെടുന്ന നല്ല വൈറ്റ് റോസാണ്. അത് നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. നിറയെ ബേസൽ ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സാണ്. ഇപ്പോൾ വേറെ കളേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അതിലൊന്നും പൂക്കളില്ല. മഴയായത് കാരണം പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ പൂക്കൾ കാണാതെ നിങ്ങൾക്കത് സെലക്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ശരിയാവേയില്ല. ഇത് ഒരു ടൈഗർ റോസിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. നല്ല ഭംഗിയുള്ള പൂവാണ് ഇതിൻ്റേത്. ഈ പ്ലാന്റ്സൊക്കെ വരുന്നത് 90 റുപ്പീസാണ്. ഇത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 145 രൂപയാണ്. ഈ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. അപ്പം നമ്മൾ 2-3 വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. റോസിൻ്റെ കെയർ, അതെങ്ങനെയാണ് വളർത്തേണ്ടത്, അത് പോട്ട് ചെയ്യേണ്ട രീതി, അതൊക്കെ. അപ്പോൾ അതൊക്കെ കാണണമെന്നുള്ള കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് കയറി ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് റോസിൻ്റെ കെയർ, വളപ്രയോഗം, ഓൺലൈൻ റോസ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് നടേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ റോസ് ഡബിൾ ഡിലൈറ്റ് ആണ്. ഇത് 2 നിറമാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ്. ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ്. അപ്പം വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മൾ സ്പീഡ് പോസ്റ്റ്, പ്രൊഫഷണൽ കൊറിയർ, DTDC ഇവ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് കൊറിയർ ചെയ്യുന്നത്. പ്ലാന്റ്സിൻ്റെ റേറ്റ് കൂടാതെ പിന്നെ കൊറിയർ ചാർജും വരുന്നുണ്ട് എക്സ്ട്രാ. ഇത് ബ്രിട്ടീഷ് ക്യൂൻ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. റോസ് നിറയെ പൂവിടുന്ന നല്ല മണമുള്ള പ്ലാന്റാണ്. ഈ റോസ് ഗൗളി മാഡം എന്ന് പറയുന്ന ഒരു ഓറഞ്ച് റെഡ് കളർ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് ഒരെണ്ണം മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ഓർക്കിഡ് റോസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മുള്ളില്ല. പിന്നെ ഇത് ഓർക്കിഡ് ഫ്ലവർ ചെയ്യുന്നത് പോലെ ലോവർ പോർഷനിൽ നിന്ന് ഫ്ലവറായി ഇങ്ങനെ മുകളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിന് ഓർക്കിഡ് റോസ് എന്ന് തന്നെ പേര് വന്നിട്ടുള്ളത്.
അപ്പം നമ്മൾ മുമ്പ് സെയിൽ വീഡിയോ ഇട്ടിരുന്നത് അഡീനിയം പ്ലാന്റ്സിൻ്റെ ആയിരുന്നു. അതിന് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമുക്ക് അയച്ചു തന്നത്. ഇനി റീസ്റ്റോക്ക് ഉണ്ടോ, ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് ഇപ്പം നല്ല മഴയില്ലേ, മഴയൊക്കെ കഴിഞ്ഞിട്ട് റീസ്റ്റോക്ക് ചെയ്യണം. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ തൈയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതിൻ്റെ പൂവ് ഫസ്റ്റ് വിരിയുമ്പോൾ വൈറ്റ് കളറ്, രണ്ടാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പിങ്ക് കളറ്, മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് ചേഞ്ചായിട്ട് പർപ്പിൾ കളറും വരും. ഇതാണ് ഈ പ്ലാന്റിൻ്റെ സൈസ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ആഫ്രിക്കൻ വയലറ്റാണ്. ഇത് പാർഷ്യൽ ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിനെ നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഫ്ലവറിങ് ആയതും സീഡ്ലിങ്സും അവൈലബിൾ ആണ്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. മെച്യൂർഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തതായിട്ട് നമുക്ക് മണിമുല്ലയുടെ സീഡ്ലിങ്സ് ആണ് സെയിലിനുള്ളത്. അതിൻ്റെ റേറ്റ് വരുന്നത് 40 രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ള ചെടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.